ഹായ് ഓൾ, എല്ലാവർക്കും ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് കുറച്ച് ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചാലോ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിലെ അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അമീൻസിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ കുറച്ച് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ്. അപ്പം നമ്മുടെ ഓഫ്ലൈൻ ബാച്ചുകളിലേക്കും എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്രാഷ് കോഴ്സിലേക്കും ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടന്നാലോ? അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം പൊതുവേ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓർഗാനിക് കെമിസ്ട്രി. അതുകൊണ്ട് തന്നെ അവർ മിക്കവാറും സ്കിപ്പ് ചെയ്യുന്നൊരു ടോപ്പിക്കും കൂടെയാണ് ഓർഗാനിക് കെമിസ്ട്രിയിലെ പോർഷൻസ്. ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയെ നമുക്കൊരിക്കലും കാണാതെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ ഒരിക്കലും നിൽക്കില്ല. ചെറിയ ചെറിയ ട്രിക്കുകളോ എന്തെങ്കിലും ഷോർട്ട് കട്ടുകളോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ, അതായത് പ്രോപ്പറായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനും പിന്നീട് പരീക്ഷയ്ക്ക് എഴുതാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു പെട്ടെന്നൊന്ന് വായിച്ചിട്ട് ഒരിക്കലും ഓർഗാനിക് കെമിസ്ട്രി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും എഴുതി പഠിക്കണം. അതും എന്തെങ്കിലും ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് പഠിക്കാൻ. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അമീൻസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രിപ്പറേഷനും അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ എന്താ ഈ അമീന് എന്താ നോക്കിയാലോ? ഓക്കെ, അമീൻസ് ആർ ദി ഡെറിവേറ്റീവ്സ് ഓഫ് അമോണിയ. നമുക്ക് അമോണിയയെക്കുറിച്ച് അറിയാമല്ലോ. അമോണിയയുടെ ഫോർമുല എന്താ? NH3 ആണ്. അപ്പോൾ ഈ അമോണിയയിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് വരുമ്പോൾ, പ്രധാനമായിട്ടും ആൽക്കൈൽ ഗ്രൂപ്പ്സോ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് വരുമ്പോൾ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അമീൻസ് കിട്ടുന്നത്. അമോണിയയിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ വരുമ്പോഴാണ് നമുക്ക് അമീൻസ് കിട്ടുക. ഈ അമീൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അമോണിയ ആയിക്കോട്ടെ, അമീൻസിലാണെങ്കിലും അമോണിയയിലാണെങ്കിലും നമ്മുടെ നൈട്രജൻ ഏത് ഹൈബ്രിഡൈസ്ഡാ? sp3 ഹൈബ്രിഡൈസേഷനാണ് ആർക്കുള്ളത്? നമ്മുടെ നൈട്രജൻ ഉള്ളത്. ഇനി ഈ അമീൻസിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പ്രൈമറി അമീന്, സെക്കൻഡറി അമീന്, ടെർഷ്യറി അമീന്. എന്താ ഈ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ? നമുക്ക് നോക്കിയാലോ? ഓക്കെ, അപ്പം നോക്കി, ഇതാണ് ആര്? നമ്മുടെ അമോണിയ, NH3 അല്ലേ? ഈ അമോണിയയിലെ ഒരു ഹൈഡ്രജനെ ഞാൻ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്തിട്ട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ നമ്മൾ ജനറലി റെപ്രസെൻ്റ് ചെയ്യുന്നത് R എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അപ്പം 3 ഹൈഡ്രജൻ ഉണ്ട് ആർക്ക്? അമോണിയയ്ക്ക്. അതിൽ ഒരു ഹൈഡ്രജനെ മാറ്റി ഞാൻ അവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഈ അമോണിയയിലെ ഒരു ഹൈഡ്രജൻ നമ്മൾ മാറ്റിക്കഴിയണം, എന്ത് ചെയ്തു, നമ്മളൊരു R ഗ്രൂപ്പ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം നമുക്ക് ബാക്കി എന്ത് കിട്ടും? RNH2 എന്ന് കിട്ടും. NH3 ഒരു ഹൈഡ്രജനെ മാറ്റി ആര് വന്നു? ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. അപ്പം ഇതാണ് ആര്? പ്രൈമറി അമീൻ. അതായത് ശരിക്കും ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: CH3 NH2. ഇതൊരു എക്സാമ്പിൾ. ഈ R ഗ്രൂപ്പിന് പകരം ഞാനിപ്പോൾ എന്തിട്ട് കൊടുത്തു? CH3 ഇട്ടെന്നേ ഉള്ളൂ. ഇതിപ്പം CH3 തന്നെ ഇടണം നിർബന്ധമൊന്നുമില്ല. CH3യോ CH3CH2ഓ ഈതയിലോ പ്രൊപ്പയിലോ ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും R ഗ്രൂപ്പിന് പകരം നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം അമോണിയയിലെ ഒരു ഹൈഡ്രജനെ മാറ്റി അവിടെ ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരിക. അപ്പം കിട്ടുന്നതാണ് ഏത്? പ്രൈമറി അമീൻ. ഓക്കെ, ഇനി നമ്മുടെ അമോണിയയിലെ ഒരു ഹൈഡ്രജനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കളയുക. അതായത് മൊത്തം 2 ഹൈഡ്രജനെ മാറ്റി അവിടെ 2 R ഗ്രൂപ്പ്, അതായത് ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വല്ലതും എന്ത് ചെയ്യുക, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ത് വരും? R2NH. ഇതാണ് ആര്? നമ്മുടെ സെക്കൻഡറി അമീൻ. അപ്പോൾ ഈ സെക്കൻഡറി അമീൻ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? അമോണിയയിലെ 2 ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വരിക, ജനറലി ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് എഴുതാം. അപ്പം കിട്ടുന്നതാണ് ആര്? സെക്കൻഡറി അമീൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെർഷ്യറി അമീനാണ്. അപ്പോൾ ടെർഷ്യറി അമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി അമോണിയയിലെ 3 ഹൈഡ്രജനെയും നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്തിട്ട് R ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം അത് നമുക്ക് എങ്ങനെ എഴുതാം? R3N എന്ന് എഴുതാം.
ഇതാണ് ആര്? ടെറിഷറി അമീൻ. ഇനി വേറെ ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ക്വാറ്റേർണറി അമോണിയ എന്ന് പറയും. അതായത് ശരിക്കും പറഞ്ഞാൽ അമോണിയയിലെ നൈട്രജൻ്റെ വാലൻസി 3ആണ്. അതായത് അമോണിയയിലെ നൈട്രജന് മാക്സിമം 3 പേരുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനി എക്സ്ട്രാ ഒരാളും കൂടെ വരുവാണെങ്കിൽ, അതായത് R4N വരുമ്പം നൈട്രജന് നമ്മളൊരു പ്ലസ് ചാർജും കൂട്ടിയിടും. എന്തിനാ? അത് ക്വാറ്റേർണറി ആണെന്ന് കാണിക്കാനായിട്ട് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, R4N പ്ലസ് ഇടുന്നത്. ഇതാണ് എന്ത്? ക്വാറ്റേർണറി അമീൻ. സാധാരണ നമ്മൾ ക്വാറ്റേർണറി അമീനെ കുറിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്യാനല്ല, പ്രധാനമായിട്ട് ഇവരെ 3 പേരെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെറിഷറി അമീൻ. ഓക്കെ. അപ്പോൾ പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഹൈഡ്രജനെ മാറ്റി എന്ത് ചെയ്യുക, R ഗ്രൂപ്പ് വരെയാണ് പ്രൈമറി അമീൻ. അതിൻ്റെ ഫോർമുല RNH2 ആയിരിക്കും. സെക്കൻഡറി അമീൻ എന്ന് പറഞ്ഞാൽ അമോണിയയിലെ 2 ഹൈഡ്രജനെ മാറ്റി R ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് R2NH. അതാണ് സെക്കൻഡറി അമീൻ. ഇനി ടെറിഷറി അമീൻ എന്ന് പറഞ്ഞാൽ എന്താ? അമോണിയയിലെ 3 ഹൈഡ്രജനെയും നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്തിട്ട് R ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്ത് വന്നു? R3N വന്നു. ക്വാറ്റേർണറി ആകുമ്പം 4 R ഗ്രൂപ്പ് വരും. പക്ഷേ അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അഡീഷണൽ പോസിറ്റീവ് ചാർജ് കൂടെ നൈട്രജനിൽ ആഡ് ചെയ്യണം. കാരണം നൈട്രജൻ്റെ മാക്സിമം വാലൻസി എത്രയാണ്? 3 ആണ്. പക്ഷേ 4 പേര് വരുമ്പം ഒരു അഡീഷണൽ വന്നത് കൊണ്ട് ഒരു പോസിറ്റീവും കൂടി എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അമീൻസ്. ഇനി ഈ അമീൻസ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമീൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻസാണ്. അപ്പം നമ്മുടെ +2ൻ്റെ ടെക്സ്റ്റിൽ അമീൻസിൻ്റെ ഒരു 6 പ്രിപ്പറേഷൻസോളം കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും കമ്പൽസറി ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കുറച്ച് റിയാക്ഷൻസ് ആണ്. എസ്പെഷ്യലി ചില റിയാക്ഷൻസ് ഒക്കെ നെയിംഡ് റിയാക്ഷൻസ് ആവും, അതിനൊരു പേരുണ്ട്. അപ്പോൾ ആ പേരുള്ള റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചേ പറ്റൂ, കാരണം പരീക്ഷയ്ക്ക് ഏറ്റവും ഷുവറായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ അമീൻസിൻ്റെ ആദ്യത്തെ പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് മെത്തേഡാണ് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് നോക്കിയാലോ. Nitro compound when reduced by passing hydrogen gas in the presence of finely divided nickel, palladium or platinum by the reduction with the metal in acidic medium we get amines. സംഭവമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഒരു നൈട്രോ കോമ്പൗണ്ട് എടുക്കുക. ആ നൈട്രോ കോമ്പൗണ്ടിനെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. എന്താ ഈ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ റിഡക്ഷന് പല ഡെഫിനിഷൻസ് പറയാറുണ്ട്. പ്രധാനമായിട്ട് 3 ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്സിജനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ്രജനെ ആഡ് ചെയ്യുക. ഇനി ഇലക്ട്രോൺ വെച്ച് പറയുവാണെങ്കിലോ എന്താ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. പക്ഷെ നമ്മളിവിടെ കെമിക്കൽ റിയാക്ഷൻസിൽ നമുക്കിവിടെ ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ഇതിലെ ഡെഫിനേഷൻസിലെ ഹൈഡ്രജൻ്റെ അഡീഷൻ എന്നുള്ള ഡെഫിനേഷനാണ്. അപ്പോൾ എപ്പോഴും ഓർക്കുക, റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ ഹൈഡ്രജൻ്റെ അഡീഷനായിരിക്കും നടക്കുക. അപ്പം നമ്മളിവിടെ എന്തിനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ഒരു നൈട്രോ കോമ്പൗണ്ടിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അതായത് ആ നൈട്രോ കോമ്പൗണ്ടിലോട്ട് നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ കുറച്ച് പേരെ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് നിക്കൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലാറ്റിനം ഉപയോഗിക്കാം, അല്ലെങ്കിൽ പലേഡിയം ഉപയോഗിക്കാം. ഇതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു മെറ്റലും ആസിഡിൻ്റെ പ്രസൻസിലും എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്താലും മതി. അപ്പോൾ ഈ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഒരു നൈട്രോ കോമ്പൗണ്ട് ജനറൽ റിയാക്ഷൻ ആദ്യം എഴുതിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ, ജനറലി RNO2 ഇതാണ് നമ്മുടെ എന്ത് നൈട്രോ കോമ്പൗണ്ട്. നൈട്രോ എന്ന് പറയുന്നത് NO2 ഗ്രൂപ്പാണ് നൈട്രോ കോമ്പൗണ്ട്. ഇതിൻ്റെ അകത്തോടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ റെഡ്യൂസ് ചെയ്യുക. അതായത് ഈ കോമ്പൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ്രജനെ ആഡ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ? ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ്, നിക്കൽ അല്ലെ പ്ലാറ്റിനം അല്ലെങ്കിൽ പലേഡിയം. ഞാനിപ്പം തൽക്കാലം പലേഡിയമായി എടുക്കുക ആണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ നൈട്രോ കോമ്പൗണ്ട് എടുത്തു, അതിലോട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് വേണ്ടി ഹൈഡ്രജനെ ആഡ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. നിക്കലാവാം, പ്ലാറ്റിനം ആവാം, പലേഡിയം ആവാം, ആരെ വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവരെ തമ്മിൽ ട്രീറ്റ് ചെയ്യാം. ഇനി നമ്മൾ കാര്യം അറിഞ്ഞ് പഠിച്ചാലേ നമുക്ക് ഓർഗാനിക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ഈ നൈട്രോ കോമ്പൗണ്ടിൽ എന്തുണ്ട്?
O2 ഇല്ലേ? അപ്പം റിഡക്ഷൻ്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞത് എന്താ? ഓക്സിജനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രജനെ ആഡ് ചെയ്യുക എന്നല്ലേ? അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഈ 2 ഓക്സിജനെ എന്ത് ചെയ്യുക? അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയുക. കളഞ്ഞിട്ട് ആ പൊസിഷനിലോട്ട് ആരെ കയറ്റുക? നമ്മുടെ ഹൈഡ്രജനെ കയറ്റുക. ചെയ്തൊന്നുമില്ല, നൈട്രോ ഗ്രൂപ്പിലെ ഓക്സിജനെ അങ്ങ് കളഞ്ഞു. ആ ഓക്സിജൻ പോയ പൊസിഷനിലോട്ട് ആരെ കയറ്റുക? ഹൈഡ്രജനെ കയറ്റുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പ്രൊഡക്റ്റ് RNH2 ആണേ. ഇതാണ് ആര്? നമ്മുടെ പ്രൈമറി അമീൻ അല്ലെങ്കിൽ അമീൻ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ അമീൻ കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. അപ്പം പറഞ്ഞ ക്ലിയർ ആണോ? ഇനി നമുക്കൊരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ കോമ്പൗണ്ട് ഏതായത്? ബെൻസീനിൽ ഒരു NO2 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എന്താ വിളിക്കുക? നൈട്രോ ബെൻസീൻ. ഈ നൈട്രോ ബെൻസീനെ നമ്മൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുകയാണ്. എന്ത് വെച്ച്? ഹൈഡ്രജനും പലേഡിയവും വെച്ച് ട്രീറ്റ് ചെയ്യുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ NO2-ലെ ഓക്സിജനെ മാറ്റി ആ പൊസിഷനിൽ ആര് കയറും? H2 കയറും. അപ്പം നമുക്ക് കിട്ടും എന്ത്? നമ്മുടെ അമീൻ. നമ്മുടെ അമീനെ കിട്ടും. NO2-ലെ ഓക്സിജൻ മാറി അവിടെ ആര് കയറി? H2 കയറി. അപ്പം ബെൻസീനിൽ NH2 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിന് എന്താ പേര് വിളിക്കുക? ഇതിൻ്റെ പേരാണ് അനലിൻ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായോ? എളുപ്പമാണ്. നമ്മളൊരു നൈട്രോ കോമ്പൗണ്ട് എടുക്കുക, അതിനെ എന്ത് ചെയ്യുക? ഹൈഡ്രജനുമായിട്ട് ട്രീറ്റ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ? കാറ്റലിസ്റ്റുകളായ നിക്കൽ, പ്ലാറ്റിനം, പലേഡിയത്തിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? NO2-ലെ ഓക്സിജൻ മാറി അവിടെ ആര് കയറും? ഹൈഡ്രജൻ കയറും. നമുക്കടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും? അമീൻ കിട്ടും. ക്ലിയർ ആണേ? നമുക്ക് അടുത്ത മെത്തേഡ് നോക്കിയാലോ? രണ്ടാമത്തെ മെത്തേഡാണ് അമോണോളിസിസ്. അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹോഫ്മാൻ അമോണോളിസിസ്. ഈ പേരുള്ള റിയാക്ഷൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പം ഈ മെത്തേഡിൽ എന്താ നോക്കി? ആൽക്കൈൽ ഹാലൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് അമോണിയ അറ്റ് 373 Kelvin undergo nucleophilic substitution reaction to give a mixture of primary, secondary and tertiary and quaternary ammonium salt. അതായത് ഈ ഹോഫ്മാൻ അമോണോളിസിസ് എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ അമോണിയെ ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഹാലൈഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പോൾ ഏതിലും ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇവിടെ ട്രീറ്റ് ചെയ്യുമ്പം നമുക്കൊരു മിക്സ്ചർ ഓഫ് അമീൻസ് ആണ് കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അമീൻ ഉണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാർട്ടർണറി. അങ്ങനെ ഈ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി, ക്വാർട്ടർണറി ഇവരുടെ ഒരു മിക്സ്ചർ ഓഫ് പ്രോഡക്റ്റാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി കിട്ടുക. ഇനി ആ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുക. എക്സാമ്പിൾ പറയുവാണെങ്കിൽ CH3Cl. ഇതൊരു ആൽക്കൈൽ ഹാലൈഡാണ്. ആൽക്കൈൽ ഗ്രൂപ്പാണ് RX എന്ന് പറഞ്ഞ ഹാലൈഡ്. അപ്പം ജനറലി ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? RX വെച്ചിട്ടാണ്. ഇതിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? അമോണിയയുമായിട്ട് ട്രീറ്റ് ചെയ്യുക ആണേ. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റാണ് കിട്ടുക. ആരൊക്കെ? പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ്റെ ഫോർമുല എന്താ? RNH2. ഇത് പ്രൈമറിയാണ്. പ്ലസ് സെക്കൻഡറി R2NH, സെക്കൻഡറി അമീനാണ്. പ്ലസ് R3N, ഇതേതാ? ടെർഷ്യറിയാണ്. പ്ലസ് നമ്മുടെ ക്വാർട്ടർണറി സോൾട്ട്. ക്വാർട്ടർണറി അമോണിയ എന്ന് പറഞ്ഞാൽ R4N പ്ലസ്. പിന്നെ നമ്മുടെ ഈ നൈട്രജൻ എന്തുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് ഇല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹാലജൻ എന്ത് ചെയ്യും? ഇതുമായിട്ട് വന്നങ്ങ് ബൈൻഡ് ചെയ്തങ്ങ് നിൽക്കും. അപ്പം X മൈനസ്. ഇതാണ് ആര്? നമ്മുടെ ക്വാർട്ടർണറി
അമീൻ. ഒരു എളുപ്പമുള്ള മെത്തേഡാണ്. നോക്കി ഒന്നുകൂടെ. ആൽക്കൈൽ ഹാലൈഡിനെ അമോണിയമായിട്ട് ട്രീറ്റ് ചെയ്യാം, പ്രൈമറി അമീൻ കിട്ടും, സെക്കൻഡറി കിട്ടും, ടെർഷ്യറി കിട്ടും, ആൻഡ് ക്വാട്ടർണറി അമോണിയം സോൾട്ടും കിട്ടും. ഇതാണ് ഹോഫ്മാൻ അമോണോളിസിസ് എന്ന് പറയുന്ന മെത്തേഡ്. ഇനി ഈ അമോണോളിസിസിൽ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് ഉപയോഗിച്ചില്ലേ, ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളൊരു ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഒരു ഓർഡർ ഉണ്ട്. അതായത് ആൽക്കൈൽ അയഡൈഡ് ആയിരിക്കും കൂടുതൽ ഈ റിയാക്ഷൻ്റെ അകത്ത് പെട്ടെന്ന് കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ആൽക്കൈൽ ബ്രോമൈഡ് ആവാം, പിന്നെ ആരാവാം, ആൽക്കൈൽ ക്ലോറൈഡ് ആവാം. ഇതാണ് ആ ഓർഡർ. അയഡൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, ഇവരുടെ ഓർഡർ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത മെത്തേഡ് നോക്കാം. ഇനി നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനാണ് റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. നൈട്രൈൽ എന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമുക്കാർക്കും പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ ഈ നൈട്രൈലിന് പകരം സയനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, മനസ്സിലാവും. കാരണം ഈ സയനൈഡ് തന്നെയാണ് ഏത് നൈട്രൈൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കിയേ, നൈട്രൈൽ ഓൺ റിഡക്ഷൻ വിത്ത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഓർ കാറ്റലിറ്റിക് ഹൈഡ്രജനേഷൻ ടു ഗീവ് പ്രൈമറി അമീൻ. അപ്പോൾ ഈ റിയാക്ഷൻ പ്രധാനമായിട്ടും പ്രൈമറി അമീൻസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, നൈട്രൈൽ അല്ലെങ്കിൽ സയനൈഡ് കോമ്പൗണ്ടിനെ എന്ത് ചെയ്യുക, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഈ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ, അതൊരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റാണ്. അതായത് ഒരു കോമ്പൗണ്ടിലോട്ട് ഹൈഡ്രജനെ പെട്ടെന്ന് ആഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ്. അപ്പോൾ എപ്പോഴും ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡിനെ എവിടെയെങ്കിലും കണ്ടാൽ ഓർത്തോണം, ആൾ എന്ത് ചെയ്യാൻ വന്നിരിക്കുന്നതാ, റെഡ്യൂസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് നമ്മുടെ കോമ്പൗണ്ടിനെ, അല്ലെങ്കിൽ അതൊരു റെഡ്യൂസിങ് ഏജൻ്റാണ്. ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യം ജനറൽ റിയാക്ഷൻ എഴുതാം. RCN നമ്മുടെ സൈനൈഡ് അല്ലെങ്കിൽ നൈട്രൈൽ എന്ന് പറയും. എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തോട്ട് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡും വെള്ളത്തിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. എന്ത് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞാൽ പ്രൈമറി അമീൻ കിട്ടും. എന്താ ഇവിടെ നടക്കുന്ന പരിപാടി നോക്കിക്കേ, RCN അല്ലേ സൈനൈഡ്. ഈ കാർബണും നൈട്രജനും തമ്മിൽ എന്ത് ബോണ്ടാണെന്നറിയാവോ, ട്രിപ്പിൾ ബോണ്ടാണ് കാർബണും നൈട്രജനും തമ്മിൽ. അതായത് RC ട്രിപ്പിൾ ബോണ്ട് N ആണ് എന്ത്, നൈട്രൈൽ ഗ്രൂപ്പ്. ഇതിൻ്റെ ഒട്ടാട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്യുക. ഇനി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഈ കാർബണും നൈട്രജനും തമ്മിൽ ഒരു ട്രിപ്പിൾ ബോണ്ടല്ലേ ഉള്ളേ. ഈ ട്രിപ്പിൾ ബോണ്ടിലെ രണ്ട് ബോണ്ടുകൾ, രണ്ട് പൈ ബോണ്ടുകൾ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അതായത് ഇങ്ങനെ രണ്ട് പൈ ബോണ്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പം നോക്കി, നമ്മുടെ R എഴുതി, കാർബൺ എഴുതി, പിന്നെ ഒരു സിംഗിൾ ബോണ്ട് ഇവർ തമ്മിലുള്ളൂ ആണേ. കാർബണിൻ്റെ ഒരു വാലൻസി ഫ്രീ ആയി, രണ്ട് വാലൻസി ഫ്രീ ആയി, നൈട്രജൻ്റെ രണ്ട് വാലൻസി ഫ്രീ ആയി ഇല്ലേ. ട്രിപ്പിൾ ബോണ്ടിലെ ആ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ആ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കാർബണിൻ്റെ രണ്ട് വാലൻസി ഫ്രീ ആയി, നൈട്രജൻ്റെ രണ്ട് വാലൻസി ഫ്രീ ആയി. ഈ ഫ്രീ ആയ വാലൻസിയിലോട്ട് നമ്മുടെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡിൽ നിന്ന് എന്ത് ചെയ്യും, ഹൈഡ്രജൻ ആഡ് ചെയ്യും. അതായത് ഇവിടെയും ഹൈഡ്രജൻ ആഡ് ചെയ്യും, ഇവിടെയും നൈട്രജനിലും ആഡ് ചെയ്യും. അപ്പം നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഫോർമുല എന്തായി, RCH2NH2. നമുക്ക് എന്ത് കിട്ടി, ഒരു പ്രൈമറി അമീൻ കിട്ടി. ഈ മെത്തേഡ് മനസ്സിലായോ എല്ലാവർക്കും? എളുപ്പമാണ് നൈട്രൈൽ കോമ്പൗണ്ടിനെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പം ഈ നൈട്രൈലിലെ ഒരു ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഒരു പൈ ബോണ്ട് രണ്ടെണ്ണം എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. അപ്പം കാർബണിൻ്റെയും നൈട്രജൻ്റെയും രണ്ട് വാലൻസി വെച്ച് ഫ്രീ ആവും. അവിടെ ആരെ ആഡ് ചെയ്യുക, ഹൈഡ്രജനെ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്താ, RCH2NH2. നമ്മുടെ എന്തായി, പ്രൈമറി അമീനായി. ഇതാണ് ആര്, റിഡക്ഷൻ ഓഫ് നൈട്രൈൽ അമീൻസിനെ പ്രധാനമായിട്ടും പ്രൈമറി അമീനെ പ്രിപ്പയർ ചെയ്യാനുള്ളൊരു മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് നോക്കാം. ഇനി
വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ഓക്കെ, ഇവിടെ എന്താ വെച്ചാൽ an amide is treated with a bromine and ethanolic solution of NaOH and we get primary amine, and this reaction is called ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. അതായത് ആ പേര് തന്നെയുണ്ട്, ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. അതായത് ഒരു അമൈഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ബ്രോമിനും ഏതെങ്കിലും ഒരു ആൽക്കലി, പ്രധാനമായിട്ടും NaOH പോലുള്ള ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു പ്രൈമറി അമീൻ കിട്ടും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേര് എന്ത്, ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ആ പേര് തന്നെ ഉണ്ട് എന്തൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നതെന്ന്, അമൈഡ്, ബ്രോമിന്, പിന്നെ ഒരു ബേസ്. ഓക്കെ ഓക്കെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി കൺവേർഷൻ ഓഫ് അമൈഡ് ടു പ്രൈമറി അമീൻ വിത്ത് 1 കാർബൺ ആറ്റം ലെസ് ദാൻ ദാറ്റ് പ്രസൻറ്റ് ഇൻ ദ അമൈഡ്. ഇതാണ് ഈ റിയാക്ഷൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത. നമ്മളിവിടെ എടുക്കുന്ന അമൈഡിനേക്കാളും 1 കാർബൺ ആറ്റം കുറവുള്ള പ്രൈമറി അമീനാണ് ഈ മെത്തേഡ് വഴി നമുക്ക് കിട്ടുക. ഒന്നുകൂടെ പറയാം, നമ്മളിപ്പോൾ ഒരു അമൈഡ് എടുത്തു, ആ അമൈഡിലെ ഇപ്പോൾ ഒരു സപ്പോസ് ഒരു 5 കാർബൺ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അമീനിലെ കാർബൺ 1 കുറവായിരിക്കും, അതായത് 4 എണ്ണേ കൊണ്ട് കാണത്തുള്ളൂ. അതാണ് ഈ റിയാക്ഷൻ്റെ പ്രത്യേകത. നമ്മൾ എടുക്കുന്ന അമൈഡിലെ 1 കാർബൺ കുറവുള്ള അമീനായിരിക്കും നമുക്ക് കിട്ടുക പ്രോഡക്റ്റായിട്ട്. അപ്പം നമുക്ക് ഈ റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കിയാലോ എങ്ങനെയാണെന്ന്. അപ്പം നമ്മൾ ഒരു അമൈഡ് എടുക്കാം, CH3 CO NH2. ഈ അമൈഡിൻ്റെ പേര് എത്തനാമൈഡ് എന്നാണ്. ഈ അമൈഡിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ബ്രോമിൻ ആഡ് ചെയ്യുകയാണ്, പ്ലസ് 4 NaOH ആഡ് ചെയ്യുകയാണ്. നമുക്കെല്ലാവരും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എങ്ങനെ പ്രൊഡക്റ്റ് വരുന്നത് നോക്കാം. അപ്പോൾ നോക്കി, 4 സോഡിയം ഇല്ലേ, ഇതിൽ 2 സോഡിയവും 2 ബ്രോമിനും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യും, 2 NaBr പോകും. ഇതാണ് നമ്മുടെ ഒരു ബൈ പ്രൊഡക്റ്റ്. 4 സോഡിയം ഉണ്ടായിരുന്നു, അതിലെ 2 സോഡിയവും 2 ബ്രോമിനോട് ചേർന്ന് എന്തായി, NaBr. എത്ര NaBr? 2 NaBr പോയി. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, ഈ കോമ്പൗണ്ടിൽ മൊത്തം എത്ര ഓക്സിജൻ ഉണ്ടെന്നാണ്. നോക്കിയേ, ഇവിടെ ഒരു 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ COയിലെ 1 ഓക്സിജൻ ഉണ്ട്, മൊത്തം 5 ഓക്സിജൻ ഉണ്ട്. ഈ 5 ഓക്സിജനിലെ നമ്മൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണേ. ബാക്കിയുള്ള 2 സോഡിയം Na2, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഈ കാർബണെ അങ്ങ് എടുത്തു, പ്ലസ് 5 ഓക്സിജൻ ഇല്ലേ, ഈ 5 ഓക്സിജനിൽ നിന്ന് ഒരു 3 എണ്ണത്തിന് അങ്ങ് എടുക്കുക. അപ്പം എത്രയായി, Na2CO3 ആയി ഇല്ലേ. ഇനി ബാക്കി നമുക്ക് ആരൊക്കെ ഉള്ളൂ, ഇവിടെ 4 OH ഉണ്ട്, 4 OH അല്ല 4 ഹൈഡ്രജൻ ഉണ്ട്, ബാക്കി നമുക്കൊരു 2 ഓക്സിജൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു 5 ഓക്സിജൻ ഉണ്ടായിരുന്നു, അതിലെ 3 എണ്ണം Na2CO3 ആയിട്ട് മാറി. ബാക്കി 2 ഓക്സിജനും ഉണ്ട്, ഇവിടെ ഒരു 4 ഹൈഡ്രജനും ഉണ്ട്. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും, വാട്ടർ ഉണ്ടാവും, പ്ലസ് 2H2O. നോക്കിക്കേ, 2 ഓക്സിജനും ഉണ്ട്, 4 ഹൈഡ്രജനും ഉണ്ട് ഉണ്ടേ. ഇനി ബാക്കി നമ്മുടെ മോളിക്കൂളിൽ ആര് മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു CH3 ഗ്രൂപ്പും ഉണ്ട്, ഒരു NH2 ഗ്രൂപ്പും ഉണ്ട്. നടുക്കത്തെ CO ഒക്കെ എന്ത് ചെയ്തു, വേറെ കോമ്പൗണ്ടിനായിട്ട് പോയി. അപ്പം ബാക്കി നമുക്കുള്ള ആര് മാത്രമേ ഉള്ളൂ, CH3 NH2, നമ്മുടെ അമീൻ, പ്രൈമറി അമീൻ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ എടുത്ത അമീനിൽ മൊത്തം 2 കാർബൺ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയ നമ്മുടെ അമീൻ്റെ അകത്ത് അമൈഡിൽ 2 കാർബൺ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ അമീനിൽ 1 കാർബണേ ഉള്ളൂ. അതായത് 1 കാർബൺ എന്ത് ചെയ്തു, കുറഞ്ഞു പോയി. അപ്പം ഈ ടൈപ്പ് റിയാക്ഷൻസ് ആണ് എന്ത്, ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ക്ലിയർ ആണോ? എഴുതി തന്നെ നിങ്ങൾ നോക്കണം. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. അടുത്താണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. പേര് കേൾക്കുമ്പോൾ വലുതായിട്ടൊക്കെ തോന്നും, പക്ഷെ വലുതൊന്നും അല്ല, സാധനം വളരെ സിമ്പിളാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ പ്രിപ്പയറിങ് പ്രൈമറി അമീൻ ഫ്രം പ്രൈമറി സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ ഒരു പ്രൈമറി അമീൻ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ മെത്തേഡ്.
ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്. ഈ റിയാക്ഷന് നമുക്ക് സ്റ്റെപ്പായിട്ട് പഠിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, റിയാക്ടിങ് താലിമൈഡ് വിത്ത് എ ബേസ് ടു ഫോം എ പൊട്ടാസ്യം സോൾട്ട്. അപ്പോൾ ഈ താലിമൈഡ് എന്താണെന്ന് അറിയണ്ടേ? താലിമൈഡ് ഒന്ന് വരച്ച് നോക്കിയാലോ? ഈ നമ്മുടെ ബെൻസീനിൽ രണ്ട് എന്ത് ചെയ്യുക, സി ഡബിൾ ബോണ്ട് ഓ, അതിനെ കണക്ട് ചെയ്ത് ഒരു NH. ഇതാണ് നമ്മുടെ താലിമൈഡ്. ഇതിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? ഏതെങ്കിലും ഒരു ബേസുമായിട്ട് ട്രീറ്റ് ചെയ്യാം. നമുക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുക്കാം, KOH ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പം നോക്കിക്കേ, നമ്മൾ കാര്യം മനസ്സിലാക്കി പഠിക്കും. KOH ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഈ KOHൽ OH ഇല്ലേ, ആ OHും ഈ NHലെ Hും കൂടെ ചേർന്നിട്ട് എന്താവും? -H2O. അതായത് വെള്ളം എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്തു. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പം OHും ഇതിലെ Hൂടെ ചേർന്ന് വെള്ളമായിട്ട് എലിമിനേറ്റ് ചെയ്യും. ബാക്കി ഈ ഹൈഡ്രജൻ പോയ പൊസിഷനിൽ ആര് കയറും? നമ്മുടെ പൊട്ടാസ്യം കയറും. അപ്പം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എഴുതാം. ബെൻസീൻ്റെ റിങ് വരയ്ക്കുക. സി ഡബിൾ ബോണ്ട് O, സി ഡബിൾ ബോണ്ട് O, N, K പ്ലസും N മൈനസും. ഇങ്ങനൊരു കോമ്പൗണ്ട് ഉണ്ടായി. അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? ആൽക്കൈലേറ്റിംഗ് ദിസ് സോൾട്ട് വിത്ത് ആൻ ആൽക്കൈൽ ഹാലൈഡ് ടു ഫോം N ആൽക്കൈൽ താലമൈഡ് ഇൻ്റർമീഡിയറ്റ്. അപ്പം നമുക്കിപ്പം കിട്ടിയ ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. എഴുതാം. നമുക്ക് കിട്ടിയ നമ്മുടെ പ്രൊഡക്റ്റ് സി ഡബിൾ ബോണ്ട് O, സി ഡബിൾ ബോണ്ട് O, Nഉം K പ്ലസും N മൈനസും. ഇതിനെ എന്ത് ചെയ്യുക? ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക, RX. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഒരു എലിമിനേഷൻ സംഭവിക്കും. നമ്മുടെ K ഇല്ലേ, പൊട്ടാസ്യം, ഈ ആൽക്കൈൽ ഹാലൈഡിലെ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? KX എലിമിനേറ്റ് ചെയ്ത് പോവും. ഈ K പോയ പൊസിഷനിൽ ആര് കയറും? R ഗ്രൂപ്പ് കയറും. അപ്പോൾ പ്രൊഡക്റ്റ് എങ്ങനെ എഴുതാം? സി ഡബിൾ ബോണ്ട് O, സി ഡബിൾ ബോണ്ട് O, N, R. ഇങ്ങനൊരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഫോം ചെയ്യും ആണേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രോളൈസിംഗ് ദ ഇൻ്റർമീഡിയറ്റ് വിത്ത് ആൻ ആസിഡ് ഓർ ബേസ് യൂസിങ് ഹൈഡ്രസീൻ ടു റിലീസ് ദ പ്യുവർ പ്രൈമറി അമീൻ. അപ്പോൾ തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയ ആ ഒരു ഇൻ്റർമീഡിയറ്റിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? ആസിഡോ ബേസോ എന്ത് വേണേലായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ആ ഇൻ്റർമീഡിയറ്റ് എഴുതാം. ഇതാണ് നമുക്ക് കിട്ടിയ ഇൻ്റർമീഡിയറ്റ്. ഇതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? ഏതെങ്കിലും തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുക? ബേസ് എടുക്കാം, NaOH. അപ്പം നമ്മളൊരു 2 NaOH മോളിക്യൂൾ എടുക്കാം. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്നത് നോക്കിക്കോണേ. ഈ NaOHനെ നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് ഈ NaOH ഇതിൽ ആഡ് ചെയ്യും. എങ്ങനെ? ഹൈഡ്രജൻ ഈ സൈഡിലും ആഡ് ചെയ്യും, ON ഇപ്പുറത്തും ആഡ് ചെയ്യും. കാരണം മനസ്സിലായോ? NaOH ആണ് ആഡ് ചെയ്യുന്നത്. NaOH ആഡ് ചെയ്യുമ്പം ഈ COയും Nഉം തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യും, ON അപ്പുറത്തും ആഡ് ചെയ്യും. സിമിലർലി എന്ത് സംഭവിക്കും? താഴത്തെ ഈ ഒരു ബോണ്ടും ബ്രേക്ക് ചെയ്യും. H ഇവിടെ ആഡ് ചെയ്യും, ON ഇപ്പുറത്തും ആഡ് ചെയ്യും. ആണേ, നമുക്ക് നമ്മുടെ റിസൾട്ടിന് പ്രൊഡക്റ്റ് എഴുതിയാലോ? നമ്മുടെ ബെൻസീനിൽ സി ഡബിൾ ബോണ്ട് ON, ബാക്കിയുള്ളത് ഇവരേ ഉള്ളൂ. ON, O മൈനസും Na പ്ലസും. ഇനി നോക്കിക്കേ, ഇവിടെ ബാക്കി നമ്മുടെ NR ഉണ്ട്. ആ NRൻ്റെ കൂടെ 2 ഹൈഡ്രജൻ ആഡ് ചെയ്തില്ലേ? അപ്പോൾ സാധനത്തിൻ്റെ ഫോർമുല എന്തായി? RNH2. ഇത് നമ്മുടെ എന്താ? പ്രൈമറി അമീനാണ്. വന്നത് മനസ്സിലായോ ഇതെങ്ങനെയാണെന്ന്? ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്തപ്പം
R ഉണ്ടായിരുന്നു, N ഉണ്ടായിരുന്നു, 2 ഹൈഡ്രജനും ആഡ് ചെയ്ത് RNH2 എന്ന് പറയുന്ന പ്രൈമറി അമീൻ ഫോം ചെയ്തു. ക്ലിയർ ആണോ? ഇനി നമുക്ക് നമ്മുടെ അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നോക്കാം. നോക്കിയേ, റിഡക്ഷൻ ഓഫ് അമൈഡ്. ആസിഡ് അമൈഡ് ഓൺ റിഡക്ഷൻ വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഗീവ് അമീൻ. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ആസിഡ് അമൈഡ് എടുക്കുക. എളുപ്പമുള്ള റിയാക്ഷനാണ്. അമൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? RCONH2 ആണ്. ഇതിനെ എന്ത് ചെയ്യുക? ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റായിട്ടും വെള്ളത്തിൻ്റെ പ്രസൻസിലും എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. എളുപ്പമുള്ള റിയാക്ഷനാണ്. ഈ അമൈഡിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. ഇതാണ് നമ്മുടെ അമൈഡ്. ഇതിനെ ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജൻ്റാണ്, അതായത് ഹൈഡ്രജനെ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ഓക്സിജനെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്സിജനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കാർബണിലെ 2 വാലൻസി ഫ്രീ ആയില്ലേ? എങ്ങനെ എഴുതാം? RCNH2. കാർബണിൻ്റെ 2 ബോണ്ട് ഫ്രീ ആയി ഈ ഓക്സിജനെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ. ആ പൊസിഷനിലോട്ട് ആരെ ആഡ് ചെയ്യും? ഹൈഡ്രജനെ ആഡ് ചെയ്യും. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പം നമ്മുടെ ഫോർമുല എന്തായി? RCH2NH2. അമീനായില്ലേ? നമുക്ക് വേണ്ട അമീനായില്ലേ? എളുപ്പമല്ലേ റിയാക്ഷൻ? ഇനി നമുക്ക് അമീൻസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ നോക്കാം. അതായത് നിങ്ങൾ +2-ൽ സോൾട്ട് അനാലിസിസ് ചെയ്യാറുണ്ട്. അതായത് ഒരു സോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അതുപോലെ ഇൻ കേസ് നമുക്കൊരു അമീൻ തന്നിരിക്കുക. ആ അമീൻ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് തിരിച്ചറിയുക? അതിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടെസ്റ്റാണ് കാർബിലാമീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഐസോസൈനൈഡ് ടെസ്റ്റ്. ഇവിടെ നടക്കുന്നതെന്ന് നോക്കിയോണേ. ഇറ്റ് ഇസ് എ ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻസ്. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ പ്രൈമറി അമീൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റാണിത്. പ്രൈമറി അമീൻസ് മാത്രമേ ഈ റിയാക്ഷന് പോസിറ്റീവ് റിസൾട്ട് തരത്തുള്ളൂ. എന്താ നടക്കുന്നത്? ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് പ്രൈമറി അമീൻ ഓൺ ഹീറ്റിംഗ് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ടു ഫോം എ ഫൗൾ സ്മെല്ലിംഗ് ഐസോസൈനൈഡ് ഓർ കാർബിലാമീൻ. ദിസ് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ആസ് എ ടെസ്റ്റ് ഫോർ പ്രൈമറി അമീൻ. സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻ ഡു നോട്ട് ഗീവ് ദിസ് റിയാക്ഷൻ. അന്ന് പറഞ്ഞാൽ എന്താ? എളുപ്പമല്ലേ? ഓക്കെ, നമ്മുടെ ഒരു പ്രൈമറി അമീൻ അതാണ് RNH2. ഇനി എന്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുക? ക്ലോറോഫോം, അതാണ് CHCl3. എന്തിൻ്റെ പ്രസൻസിൽ? KOH. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഒരു എലിമിനേഷൻ ചെയ്യും. നോക്കിക്കേ, 3 K ഉണ്ട്, 3 Cl ഉണ്ട്. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? 3 KCl എലിമിനേറ്റ് ചെയ്യും. പ്ലസ് ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോണേ. ഹൈഡ്രജൻ, എത്ര ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. മൊത്തം 6 ഹൈഡ്രജനും ഉണ്ട്, 3 ഓക്സിജനും ഉണ്ട്. നോക്കിക്കേ, KOHൽ 3 ഓക്സിജൻ ഉണ്ട്. അതുപോലെ തന്നെ KOH നോക്കുമ്പോൾ 3 ഹൈഡ്രജനും ഉണ്ട്. നമ്മുടെ NH2-ൽ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അതായത് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ശരിക്കും 6 ഹൈഡ്രജനും 3 ഓക്സിജനും ഉണ്ട്. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. പ്ലസ് 3H2, 3 വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ബാക്കി ആരേ ഉള്ളൂ? 6 ഉണ്ട്, N ഉണ്ട്, ഇവിടെ ഒരു C ഉണ്ട്. ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? RNC ഉണ്ടാവും. ഇതാണ് ഐസോസൈനൈഡ്. ഒന്നുമില്ല, കെയും സിയിലും ചേർന്ന് KCl ആയി, ഹൈഡ്രജനും ഓക്സിജനോട് ചേർന്ന് ആരായി? വാട്ടറായി. ബാക്കി 6 ഉണ്ടായിരുന്നു, N ഉണ്ടായിരുന്നു, ക്ലോറോഫോമിൽ കാർബൺ ഉണ്ട്. ഇവർ 3 പേരും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? ഐസോസൈനൈഡ് ഫോം ചെയ്യും. ഈ ഐസോസൈനൈഡ് ഒരു ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ളൊരു ഗ്യാസാണ്. അപ്പം പ്രൈമറി അമീൻസുമായിട്ട് ക്ലോറോഫോമും KOHും റിയാക്ട് ചെയ്താൽ മാത്രമേ ഈ ഐസോസൈനൈഡ് ഫോം ചെയ്യുള്ളൂ. സെക്കൻഡറി അമീനും ടെർഷ്യറി അമീനും ഈ റിയാക്ഷൻ എന്ത് ചെയ്യത്തില്ല? തരത്തില്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഈ റിയാക്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന അമീൻസ് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ എന്ന് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ്
റിയാക്ഷൻ വിത്ത് ബെൻസീൻ സൾഫണൈഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ ഹിൻസ്ബർഗ് ടെസ്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി അമീൻ ആണോ എന്നറിയാനുള്ള ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു ഹിൻസ്ബർഗ് റിയേജൻറ്റ് യൂസ് ചെയ്യും. എന്തായി ഹിൻസ്ബർഗ് റിയേജൻറ്റ്? നോക്കി, ബെൻസീൻ സൾഫണൈഡ് ക്ലോറൈഡ്, അതിൻ്റെ ഫോർമുല തന്നിട്ടുണ്ട് C6H5SO2Cl. ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാ എന്ത്? ഹിൻസ്ബർഗ് റിയേജൻറ്റ്. അപ്പം നമുക്ക് ഒരു മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട് വന്നിരിക്കാം. അതിൻ്റെ അകത്ത് പ്രൈമറി കാണും, സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷ്യറി അമീൻ കാണും. അതിൻ്റെ അകത്തോട് നമ്മൾ ഈ ഹിൻസ്ബർഗ് റിയേജൻറ്റ് ആഡ് ചെയ്യും. റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനെ അനുസരിച്ചിരിക്കും ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ. നോക്കിയാലോ, നോക്കി, it is used to distinguish primary, secondary and tertiary amine and also for the separation of a mixture of amines. ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം. Okay, primary amine react with benzene sulfonide chloride to form a precipitate which is insoluble in alkali. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന കോമ്പൗണ്ട് നമുക്കറിയില്ല അതിൽ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ. നമ്മുടെ കോമ്പൗണ്ടിൽ പ്രൈമറി അമീൻ ഉണ്ടെങ്കിൽ അതിലൂടെ ഈ ഹിൻസ്ബർഗ് റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പം എന്ത് കിട്ടും? നമുക്കൊരു പെർസിപ്പിറ്റേറ്റ് കിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട്. അത് ആൽക്കലിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൽക്കലി അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പെർസിപ്പിറ്റേറ്റ് എന്താവും? സോലുബിളായി പോകും. ഇതാണ് നടക്കുന്ന റിയാക്ഷൻ. നോക്കിയാലോ, ഇതാണ് നമ്മുടെ ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ബെൻസീനിൽ SO2Cl, നമ്മൾ ഫോർമുല എഴുതിയില്ലേ C6H5SO2Cl. ഇതാണ് നമ്മുടെ ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ഇതിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യാം? പ്രൈമറി അമീൻ RNH2 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, RNH2 ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഈ RNH2 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് സാധനം എലിമിനേറ്റ് ചെയ്യും? ഓക്കെ, ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്. ഒരു ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? HCl എലിമിനേറ്റ് ചെയ്യും ഇല്ലേ? ബാക്കിയുള്ള കോമ്പൗണ്ടിനെ അങ്ങ് ഒരുമിച്ച് അങ്ങ് എഴുതും. എന്ത് വരും? ബെൻസീന്, അതിൽ എന്ത്? ബെൻസീനിൽ S ഡബിൾ ബോണ്ട് O, ബാക്കി എന്ത് വരും? NHR വരും. ഇങ്ങനൊരു കോമ്പൗണ്ട് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന പെർസിപ്പിറ്റേറ്റ്. ഇനി ഓക്കെ, സെക്കൻഡറി അമീന് ഈ ബെൻസൈൽ ക്ലോറൈഡുമായിട്ട് ബെൻസീൻ സൾഫണൈഡ് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർസിപ്പിറ്റേറ്റ് കിട്ടും. പക്ഷേ ആ പെർസിപ്പിറ്റേറ്റിലോട്ട് നമ്മൾ ഏതെങ്കിലും ആൽക്കലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെർസിപ്പിറ്റേറ്റ് ഇൻസോല്യൂബിളായിട്ട് തന്നെ കിടക്കും. അത് പെർസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്ത് പോകത്തില്ല. അതിൻ്റെ റിയാക്ഷൻ എങ്ങനെ നോക്കിയാലോ? നമ്മുടെ ബെൻസീൻ സൾഫണൈഡ് ക്ലോറൈഡ് എടുത്തു, നമ്മൾ സെക്കൻഡറി അമീനാണ് എടുക്കുന്നത് R2NH ആഡ് ചെയ്തു. ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യും? ഈ Clഉം ഹൈഡ്രജനോട് ചേർന്ന് എന്താവും? HCl എലിമിനേറ്റ് ചെയ്യും. പ്ലസ് ബാക്കിയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുക. ബെൻസീനിൽ S ഡബിൾ ബോണ്ട് O എന്ത് വരും? NR2 വരും. ഇതാണ് നടക്കുന്നത്. ടെർഷ്യറി ആണെങ്കിൽ ടെർഷ്യറി ആണ് ഈ റിയാക്ഷൻ തരത്തില്ല. കാരണം ഈ എല്ലാ റിയാക്ഷനും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൈമറിയിൽ HCl എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആ അമീനിൽ ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. സെക്കൻഡറിയിലും ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട് HCl ആയിട്ട്. പക്ഷേ ടെർഷ്യറിയിൽ നമുക്കറിയാമല്ലോ അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ HCl ഒന്നുമില്ല. ആ Cl മാറിയാലേ ഈ ഗ്രൂപ്പിന് അവിടെ കയറി ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ടെർഷ്യറി അമീൻ ഈ റിയാക്ഷൻ എന്ത് ചെയ്യത്തില്ല? തരത്തില്ല. അപ്പോൾ ഈ റിയാക്ഷൻ പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താ? അമീൻസിൻ്റെ 6 ടൈപ്പ് ഓഫ് പ്രിപ്പറേഷനും അമീൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ. അപ്പോൾ ഇന്ന് ഈ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും എന്ത് ചെയ്യുക? ഫ്രണ്ട്സുമായിട്ടൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.